ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോയമ്പിൻ്റെ 3-ാം ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മത്തായി 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ പർവ്വത പ്രസംഗങ്ങൾ എന്ന ഭാഗമായാണ് കാണപ്പെടുന്നത്. ഈ അധ്യായങ്ങളിൽ മനുഷ്യൻ്റെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും എപ്രകാരമാണ് ഭൂമിയിൽ നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ നാം കാണുന്നത് സ്വർഗത്തിലെ നിക്ഷേപങ്ങളെക്കുറിച്ചും നമ്മുടെ കണ്ണിൻ്റെ ആത്മീയ ദർശനങ്ങളെക്കുറിച്ചു കൂടിയാണ്. ഒരിക്കൽ ഒരു സമ്പന്നൻ തൻ്റെ ജീവിതകാലത്തിൽ തനിക്ക് സമ്പാദിക്കാവുന്നതായ എല്ലാ കാര്യങ്ങളും സമ്പാദിച്ചു കൂട്ടിയ ശേഷം അയാൾ കരുതിയത് തൻ്റെ ജീവിതാവസാനം വരെയും ഇതെല്ലാം തന്നോടൊപ്പം കാണുമെന്നാണ്. എന്നാൽ മരണമെന്ന യാഥാർത്ഥ്യം അയാളെ കീഴടക്കിയപ്പോൾ അയാൾക്കുള്ള സമ്പത്തും നേടിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ വിട്ടു പോകുകയാണ് ചെയ്തത്. നമ്മൾ 3 ചിന്തകളാണ് ഈ വേദഭാഗത്തിലൂടെ കാണുന്നത്. ഒന്നാമത്തേത് സ്വർഗത്തിലും ഭൂമിയിലുള്ള നിക്ഷേപം. 2, കണ്ണ് ശരീരത്തിൻ്റെ പ്രകാശമാവുന്നു. 3, ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിപ്പാൻ കഴിയുകയില്ല. ഭൂമിയിൽ നമുക്ക് നിക്ഷേപങ്ങൾ ഏറെ സമ്പാദിച്ചു കൂട്ടാൻ സാധിക്കും. സ്വർഗത്തിലുള്ള നിക്ഷേപം എത്രമാത്രം വലുതാകുന്നുവെന്ന് ഉൾക്കാഴ്ചയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നവയല്ല. നമ്മുടെ ഹൃദയം എവിടെയാണ്? ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഭൗതികമായ സമ്പത്തിലേക്കാണോ അതോ സ്വർഗീയമായ ആത്മീയതയിലേക്കാണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. 2, കണ്ണ് ശരീരത്തിൻ്റെ പ്രകാശമാകുന്നു. കണ്ണ് ശരീരത്തിൽ എത്രമാത്രം പ്രാധാന്യമാകുന്നുവെന്ന് ഈ വേദഭാഗത്തിലൂടെ നാം വായിക്കുന്നു. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ആധുനിക സൗകര്യങ്ങളും ആഡംബരങ്ങളും നമ്മെ ആകർഷിക്കാൻ ഏറെ സാധ്യതയുണ്ട്. എന്നാൽ ആ ആകർഷണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നീതിയും അതിൻ്റെ സത്യതയും അന്വേഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിനെ ശരീരത്തിൻ്റെ സങ്കുചിതമുള്ളവയാക്കി തീർക്കാൻ സാധിക്കും. 3, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ സാധിക്കില്ല. ഇവർ രണ്ടുപേരെയും സേവിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇന്ന് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് നന്മയും തിന്മയും ഉണ്ട്. എന്നാൽ ജീവിതത്തിൽ നന്മയും തിന്മയും ഒരുപോലെ കൊണ്ടുപോകാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പടുകുഴിയിലേക്ക് ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതകളിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ദൈവികതയിലേക്കുള്ളൊരു ജീവിതമാണ്. നന്മ തിന്മകളെ മനസ്സിലാക്കി അവൻ്റെ പാത സ്വീകരിക്കാനാണ് നാം ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു നോയമ്പ് കാലത്തിലൂടെയാണ്. നോമ്പ് എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങളുടെ വിടുതൽ എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ പ്രത്യേകമായി നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് അവൻ്റെ ഇച്ഛപ്രകാരമുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീകമായ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ സമയം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രതീക്ഷകളെല്ലാം ദൈവരാജ്യത്തിലേക്കാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നോയമ്പ് കാലത്ത് അവനോടൊപ്പം ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.